بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن اتبعهم بإحسان إلى يوم الدين أما بعد. അള്ളാഹു സുബ്ഹാനഹു വതആല വജഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് സംസാരിക്കുവാനും കേൾക്കുവാനും റബ്ബ് സുബ്ഹാനഹു വതആല നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. മനാർ സബീൽ എന്ന ഗ്രന്ഥത്തിൽ നമ്മൾ ഏറ്റവും അവസാനം പറഞ്ഞു നിർത്തിയത് ബാബു സിവാക്ക് എന്ന ബാബിനെ സംബന്ധിച്ചാണ്. പല്ല് തേക്കുന്നതുമായി ബന്ധപ്പെട്ട് ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചെന്ന പ്രധാനപ്പെട്ട വിധിവിലക്കുകൾ നമ്മൾ കഴിഞ്ഞ ബാബിൽ സംസാരിക്കുകയുണ്ടായി. അതിൻ്റെ ചുരുക്കം എന്നുള്ളതെന്താ? പല്ല് തേക്കൽ അത് എപ്പോഴും സുന്നത്തായിട്ടുള്ള കാര്യമാണ്. മസ്നൂനുൻ മുത്തലഖൻ, എപ്പോഴും അത് പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമാണ് എന്നതിൽ മാറ്റി നിർത്തേണ്ട ഇസ്തിസ്നാ വരുന്ന ഏതെങ്കിലും സന്ദർഭങ്ങളുണ്ടോ? നോമ്പുകാരൻ, ഉദാഹരണം, ഒരാൾ നോമ്പുകാരനാണെങ്കിൽ സവാല് കഴിഞ്ഞാൽ ളുഹറിന് ശേഷം പല്ല് തേക്കുന്നത് പ്രോത്സാഹിപ്പിക്കപ്പെട്ടതല്ല എന്നുള്ളത് ശരിയായ അഭിപ്രായമാണോ? ആണോ? എന്താ നമ്മൾ പറഞ്ഞത്? അല്ല, ശരിയായ അഭിപ്രായം നോമ്പുകാരനാണെങ്കിലും പല്ല് തേക്കൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ടതാണ്. അത് രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലൊക്കെ അത് പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ അറാക്കിൻ്റെ കൊള്ളി അല്ലെങ്കിൽ മരത്തിൻ്റെ കഷ്ണം ഇതുകൊണ്ടല്ലാതെ പല്ല് തേക്കുന്ന ഒരാൾക്ക് ഈ പല്ല് തേക്കുന്നതിൻ്റെ ശ്രേഷ്ഠത ലഭിക്കുമോ? ലഭിക്കൂല എന്നല്ലേ ഇവിടെ കിതാബിൽ പറയുന്നു. കിതാബിൽ എന്താ? വലം യുസിബി സുന്ന മനിസ്താക ബിഗൈരി ഊദിൻ. ഊദ്, മരത്തിൻ്റെ കഷ്ണം അല്ലാത്ത മറ്റെന്തെങ്കിലും കൊണ്ട് പല്ല് തേച്ച് കഴിഞ്ഞാൽ അവന് ഈ സുന്നത്ത് കിട്ടൂല. അതെന്തല്ല ശരിയായ അഭിപ്രായമല്ല. മറിച്ച് നമ്മുടെ മിസ്വാക്ക് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് നമ്മുടെ വായ ശുദ്ധിയാവുക, വൃത്തിയാവുക എന്നുള്ളത്. ആ ഒരു ഉദ്ദേശം പൂർത്തീകരിക്കപ്പെടുന്നതിനനുസരിച്ച് ആ ഒരു സുന്നത്ത് ലഭിക്കും എന്നുള്ളതാണ് ശരിയായ അഭിപ്രായം. അത് മരത്തിൻ്റെ കഷ്ണം കൊണ്ട് തന്നെ ആകണമെന്ന് നിർബന്ധം ഇല്ല. പിന്നെ നമ്മൾ പറഞ്ഞത് ഈ വിഷയത്തിൽ എല്ലാ സന്ദർഭത്തിലും പൊതുവിൽ അത് സുന്നത്തായ പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമാണെങ്കിൽ കൂടെ ചില സന്ദർഭങ്ങളിൽ അത് കൂടുതൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ടതാവും, അതിന് പ്രതിഫലം കൂടുതൽ കിട്ടുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അതിനെ നമ്മൾ സുന്നത്തുൻ മുഅക്കദ എന്ന് പറയുന്നത് അത്തരം സന്ദർഭങ്ങളെ. അതേതൊക്കെയാണ് സന്ദർഭങ്ങൾ? പല്ല് തേക്കുന്നത് സുന്നത്തുൻ മുഅക്കദയാകുന്ന സന്ദർഭങ്ങൾ. വുളൂവിൻ്റെയും നിസ്കാരത്തിൻ്റെയും സന്ദർഭത്തിൽ, വുളൂവിൻ്റെയും നിസ്കാരത്തിൻ്റെയും സന്ദർഭത്തിൽ. പിന്നെ മറ്റൊന്ന് ഖുർആൻ പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ, ഖുർആൻ പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ. പിന്നെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ. മറ്റൊന്ന് വായയുടെ മണം മാറിക്കഴിഞ്ഞാൽ, നല്ലതല്ലാത്ത മണം വന്നു കഴിഞ്ഞാൽ. ഇതൊക്കെ പ്രോത്സാഹിപ്പിക്കപ്പെട്ട സന്ദർഭങ്ങളാണ്. അതുപോലെ മസ്ജിദിലേക്കോ അല്ലെങ്കിൽ വീട്ടിലേക്കോ കയറുന്ന സന്ദർഭത്തിൽ, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ വായയുടെ ശുദ്ധി നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ മോശം
ദുർഗന്ധം പുറത്തേക്ക് വരുന്ന സന്ദർഭങ്ങളൊക്കെയും അല്ലെങ്കിൽ അതിന് സാധ്യതയുള്ള സന്ദർഭങ്ങളൊക്കെയും പല്ല് തേക്കുക എന്നുള്ളത് സുന്നത്തുൻ മുഅക്കദ ആയിട്ടുള്ള കാര്യമാണ്. ഇനി അതിനുശേഷം നമുക്ക് ഇനി പറയാനുള്ളത് അടുത്ത വിഷയം ഫസ്ലുൻ ഫി സുനനിൽ ഫിത്രത്തി വനഹ്വിഹ. സുനനുൽ ഫിത്ര, ഫിത്രത്തിൽ ഉള്ള സുന്നത്തുകൾ എന്ന ആ ഒരു വിഷയം ബന്ധപ്പെട്ടിട്ടാണ്. എന്നുവെച്ചാൽ മനുഷ്യൻ്റെ ഫിത്രത്തിനോട് വളരെയധികം യോജിക്കുന്ന അല്ലെങ്കിൽ അവൻ്റെ ഫിത്രത്ത് ഏറ്റവും നല്ല രൂപത്തിൽ നിലനിർത്താൻ സഹായിക്കുന്ന ചില കാര്യങ്ങൾ, അതാണ് സുനനുൽ ഫിത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനെ സംബന്ധിച്ചാണ് ഇനി വരുന്ന വിഷയം. അതിൽ കൊടുക്കുന്നത് യുസന്നു ഹൽഖുൽ ആനത്തി വനത്ഫുൽ ഇബത്തി വതഖലീമുൽ അവാഫിർ. ആദ്യം പറയുന്നത് 3 കാര്യങ്ങളാണ്. ഒന്നാമത്തത് ഹൽഖുൽ ആന. ഹൽഖ് എന്ന് പറഞ്ഞാൽ വടിക്കുക എന്നർത്ഥം, ഷേവ് ചെയ്യാം. ആനത്ത് എന്ന് പറഞ്ഞാൽ എന്താ? മലയാളത്തിൽ ഗുഹ്യസ്ഥാനം എന്ന് പറയാം, പ്രൈവറ്റ് പാർട്സ്. അവിടെ എന്ത് ചെയ്യും? ഒരു കുട്ടി പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ, ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും, സാധാരണ നമുക്ക് തൊലിപ്പുറത്തുണ്ടാവുന്ന ചെറിയ രോമങ്ങളല്ലാതെ ശരിക്കും താടി മീശയും പോലെ കട്ടിയുള്ള രോമങ്ങൾ എന്ത് ചെയ്യും? ആ സ്ഥലങ്ങളിൽ മുളയ്ക്കും. അങ്ങനെ മുളയ്ക്കുക എന്നുള്ളതൊരു കുട്ടി പ്രായപൂർത്തിയായി എന്നതിനെ അറിയിക്കുന്ന അടയാളങ്ങളിൽപ്പെട്ടതാണ്. അപ്പം അങ്ങനെ ആ മുളയ്ക്കുന്ന ആ രോമം അത് വടിച്ചു കളയുക എന്നുള്ളത് സുനനുൽ ഫിത്രയിൽപ്പെട്ട ഒന്നാമത്തെ കാര്യമായിട്ട് ഇവിടെ കൊടുക്കുക. ഒന്നാമത്തെ കാര്യമായി കൊടുക്കുക. അത് സാധാരണഗതിയിൽ പുരുഷന്മാർക്കുണ്ടാവുക, പുരുഷന്മാർക്കാണെങ്കിലും സ്ത്രീകൾക്കാണെങ്കിലൊക്കെ ഈ പൊക്കിളിന് താഴെ അവരുടെ ലൈംഗികാവയവത്തിന് തൊട്ട് മുകളിലായിട്ടാണ് ഈ ഒരു രോമം സാധാരണഗതിയിൽ ഉണ്ടാവുക. അത് വടിച്ചു കളയുക എന്നുള്ളത് സുനനുൽ ഫിത്രയിൽപ്പെട്ട ഒന്നാമത്തെ കാര്യമായിട്ട് കൊടുക്കുക. രണ്ടാമത്തെ കൊടുക്കുന്ന വനത്ഫുൽ ഇബത്ത്. ഇബത്ത് എന്ന് പറഞ്ഞാൽ കക്ഷത്തിലെ രോമങ്ങളാണ്. കക്ഷം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഈ കൈയുടെയും അതുപോലെ തന്നെ മുതുകിൻ്റെയും ഇടയിലുള്ള ഈ ഭാഗം, അവിടെയുള്ള രോമങ്ങൾ, അത് ഹദീസിലുള്ളത് നത്ഫ്, പറിച്ചു കളയുക എന്നുള്ളത്. ഹദീസിലുള്ളത് പറിച്ചു കളയുക എന്നുള്ളത് അത് താരതമ്യേന വളരെ കട്ടി കുറവുള്ളതായിരിക്കും. മറ്റുള്ള രോമങ്ങളെ പോലെ അത്ര കട്ടി ഉണ്ടാവും. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ പല ആളുകളും അത് ശ്രദ്ധിക്കാതെ അതെന്ത് ചെയ്യും? വടിച്ചു കളയും. വടിച്ചു കളയുമ്പോൾ അതെന്ത് ചെയ്യും? വളരെ കട്ടിയിൽ ഉള്ള രോമങ്ങളായി വളരും. അപ്പോൾ പിന്നത് പറിച്ചു കളയാൻ പ്രയാസമാവും. പറിച്ചു കളയുക പ്രയാസം. തുടക്കത്തിൽ തന്നെ പ്രായപൂർത്തി എത്തുന്ന ആ സമയം മുതൽ തന്നെ അത് പറിക്കാൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ, അങ്ങനെ ശീലിക്കുകയാണെങ്കിൽ പറിച്ചു കളയാൻ പറ്റുന്നതേ ഉള്ളൂ. അത് പറിക്കുക എന്നുള്ളത് രണ്ടാമത്തെ സുനനുൽ ഫിത്രയിലെ രണ്ടാമത്തെ സുന്നത്താണ്. മൂന്നാമത്തത് വതഖലീമുൽ അവാഫിർ. അവാഫിർ പറഞ്ഞാൽ നഖങ്ങൾ. നഖം വെട്ടുക. ഇത് മൂന്നിനും ഹദീസിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, മുഖ്തിതലന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. എത്രയാണ് പരിധി? 40 ദിവസം. എന്നുവെച്ചാൽ ഏറ്റവും മാക്സിമം നമ്മളിത് ചെയ്യാതെ വിട്ടുകളയാൻ പാടില്ല. ഏതിനേക്കാൾ? 40 ദിവസത്തിനേക്കാൾ കൂടുതൽ. 40 ദിവസത്തിൽ ഒരിക്കൽ നഖം വെട്ടുന്നത് പിന്നെ പുറത്തേക്ക് കാണുന്ന കാര്യമായതുകൊണ്ട് അത് ആളുകൾ ശ്രദ്ധിക്കും. ഒരുപാട് വളർന്നു കഴിഞ്ഞാൽ വെട്ടും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരം കാര്യങ്ങൾ ആരും കാണാത്ത വിഷയങ്ങൾ, നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള വിഷയങ്ങൾ. അപ്പം അത് 40 ദിവസത്തിൽ കൂടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും കൂടിയ പരിധിയായി നിശ്ചയിച്ചത്
40 ദിവസമാണ്. ആ 40 ദിവസത്തിനുള്ളിൽ, എല്ലാ 40 ദിവസത്തിനുള്ളിലും നമ്മളൊരു മാസം കണക്കാക്കിയാൽ മതി. ഒരു മാസത്തിൽ ഈ ദിവസം എന്ന് കണക്കാക്കിയാൽ മതി. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു സന്ദർഭത്തിൽ ഇത്തരം കാര്യങ്ങൾ നിർവഹിക്കുന്നത് എളുപ്പമായിത്തീരും. എന്നിട്ട് അതിൻ്റെ തെളിവ് കൊടുക്കുന്നത് ഹദീസ് അബീ ഹുറൈറത്ത് മർഫുവാൻ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്, അൽ ഫിത്രത്തു ഖംസുൻ. ഫിത്രത്ത് എന്നാൽ 5 കാര്യങ്ങൾ. ഫിത്രത്ത് 5 കാര്യങ്ങൾ. ഫിത്രത്ത് 5 കാര്യങ്ങളാണെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ 5 കാര്യങ്ങളും നമ്മൾ കൃത്യമായി പാലിക്കുക എന്നുള്ളത് അത് മനുഷ്യൻ്റെ ഫിത്രത്തിന് വളരെയധികം യോജിക്കുന്ന, വളരെയധികം സഹായകരമാകുന്ന കാര്യമാണ്. എന്തൊക്കെയാണ്? ഒന്നാമത്തെ അൽ ഖിതാൻ. ഖിതാൻ എന്ന് പറഞ്ഞാൽ ചേലാകർമ്മം ചെയ്യാം. ചേലാകർമ്മം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ സുന്നത്ത് എന്ന് പറയാം. ആൺകുട്ടികളൊക്കെ ചെറുപ്പത്തിൽ എന്ത് ചെയ്യാറുണ്ട്? നാട്ടിലുണ്ടാവും, സുന്നത്ത് കല്യാണമൊക്കെ കണ്ടിട്ടില്ലേ? അതിനെയാണ് ഖിതാൻ എന്ന് പറയും. അതിനെയാണ് ഖിതാൻ. ഒന്നാമത്തെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതാണ്. രണ്ടാമത്തത് വൽ ഇസ്തിഹ്ദാദ്. ഇസ്തിഹ്ദാദാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഹൽഖുൽ ആന. എന്നുവെച്ചാൽ പ്രൈവറ്റ് പാർട്ടിൽ വളരുന്ന രോമങ്ങൾ വടിച്ചു കളയുക. അതിനാണ് ഇസ്തിഹ്ദാദ് എന്ന് ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. മൂന്നാമത്തത് ഖസ്സു ഷാരിബ്. ഖസ്സു ഷാരിബ്, ഷാരിബ് എന്ന് പറഞ്ഞാൽ മീശയാണ്. ഖസ് എന്ന് പറഞ്ഞാൽ വെട്ടുക. അതെങ്ങനെയാണെന്നുള്ളത് വരുന്നുണ്ട്, അത് ഇൻഷാ അല്ലാഹ്. നാലാമത്തത് തഖലീമുൽ അളാഫിർ, നഖം വെട്ടുക. അഞ്ചാമത്തത് നെത്ഫുൽ ഇബ്ത്ത്, കക്ഷത്തിലെ രോമങ്ങൾ പറിച്ചു കളയും. ഇത് മുത്തഫഖുൻ അലൈഹി, ബുഖാരിയിലും മുസ്ലിമിലുള്ള ഹദീസാണ്. ഈ 5 കാര്യങ്ങളും ഫിത്രത്തിൽപ്പെട്ട കാര്യങ്ങൾ. 5 കാര്യങ്ങളും ഫിത്രത്തിൽപ്പെട്ട കാര്യങ്ങൾ. നമുക്ക് പല ആളുകൾക്കും അത് ഇത്തരം വിഷയങ്ങൾ സംസാരിക്കാനും പഠിക്കാനും പഠിപ്പിക്കാനൊക്കെ പ്രയാസം ഉണ്ടാക്കുന്ന പല വിഷയങ്ങളും, നമ്മൾ വളരെ നിസ്സാരമായി കണക്കാക്കുന്ന പല കാര്യങ്ങളും, അത് ശ്രദ്ധിക്കാത്തത് കൊണ്ട് പല പ്രശ്നങ്ങളും സമൂഹത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അത് വളർന്നു വരാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന ഈ ഒരു പരിധി 40 ദിവസം, അത്രയും സമയം കഴിഞ്ഞിട്ടും ഇതൊന്നും വടിക്കാതെ, അതൊന്നും പറിച്ചു കളയാതെ അതങ്ങനെ തന്നെ നിലനിൽക്കുകയാണെങ്കിൽ ഒരുപാട് രോഗങ്ങൾക്ക് അത് കാരണമായിത്തീരും. ഒരുപാട് നമ്മൾ എത്ര എന്താ പറയുക, എല്ലാ ദിവസവും കുളിക്കുകയും വൃത്തിയാക്കുകയും സോപ്പിട്ട് കഴുകുകയും അങ്ങനെയെല്ലാം ചെയ്താൽ പോലും അത് വടിച്ചു കളയേണ്ടത് വടിച്ചു കളഞ്ഞാൽ തന്നെ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ശരീരത്തിന് മറ്റ് അപകടങ്ങൾ വരാതെ സൂക്ഷിക്കാൻ കഴിയുള്ളൂ. അതാണ് ഈ ഫിത്രത്തിൽപ്പെട്ടതാണ് എന്ന് പറയാനുള്ള കാരണം. അത് കൃത്യമായി നമ്മൾ പാലിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ശരീരം ഏറ്റവും നല്ല രൂപത്തിൽ അതിൻ്റെ ഫിത്രത്തോടുകൂടെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഇതൊക്കെ ഹദീസിൽ വന്നിട്ടുള്ള വിഷയങ്ങളാണ്, ഈ പറഞ്ഞ 3 കാര്യങ്ങൾ. ബാക്കിയുള്ളത് വരുന്നുണ്ട് മസാലകൾ. പിന്നെ പറയുന്നത് വൻ നവറു ഫിൽ മിർആത്ത്. മിർആത്തിലേക്ക് നോക്കൽ. എന്താണ് മിർആത്ത്? മർഅത്ത് എന്താണ്? സ്ത്രീയാണ്. മിർആത്ത് എന്താണ്? സ്ത്രീകളോ? അല്ലല്ല, സ്ത്രീകളിലേക്ക് നോക്കലോ സുന്നത്താ? മിർആത്ത് എന്ന് വെച്ചാൽ നമ്മൾ മിറർ എന്ന് പറയുന്നത് കണ്ണാടി, അതിലേക്ക് നോക്കുക എന്നുള്ളതാണ് മറ്റൊരു സുന്നത്തായിട്ട് കൊടുക്കുന്നത്. അത് അങ്ങനെ നോക്കാൻ പ്രത്യേകം എന്തെങ്കിലും ഹദീസുകൾ വന്നതുകൊണ്ടൊന്നുമല്ല സുന്നത്താണെന്ന് പറയുന്നത്. മറിച്ച് പലപ്പോഴും എന്താ പറയുക, നമ്മുടെ
ഖതഅ ബിഹി ഫിൽ ഇഖ്നാഇൽ ഈ ഒരു അഭിപ്രായമാണ് ശരിയായ അഭിപ്രായമാണ് എന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടുള്ളത് ഈ അഭിപ്രായം. ഇഖ്നാ എന്നുള്ളത് ഹംബലി മദ്ഹബിലെ മറ്റൊരു പ്രധാനപ്പെട്ട കിതാബ്. ഹംബലി മദ്ഹബിലെ മറ്റൊരു പ്രധാനപ്പെട്ട കിതാബാണ് ഇഖ്നാ. അതാരുടെ ഗ്രന്ഥമാണ്? ഹജ്ജാവി റഹിമഹുല്ലയുടെ ഗ്രന്ഥം. ഇഖ്നാ ഹജ്ജാവി റഹിമഹുല്ലയുടെ ഗ്രന്ഥമാണ്. ഹജ്ജാവി എവിടെയും കേട്ടിട്ടുണ്ടോ? പരിചയമുണ്ടോ എപ്പോഴെങ്കിലും മുമ്പ്? കേട്ടിട്ടുണ്ടാ ചാൻസ് ഉണ്ട്. ആരും കേട്ടിട്ടില്ല? സാദുൽ മുസ്തഖനിയ എന്നുള്ള കിതാബ് കേട്ടിട്ടുണ്ടോ? അതിൻ്റെ മുഅല്ലിഫാണ് ആര്? ഹജ്ജാവി റഹിമഹുല്ല. അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ടൊരു കിതാബാണ് ഇഖ്നാ. അൽ ഇഖ്നാ. വഹക്കാഹു ഫി ഹാഷിയത്തി തൻഖീഹ് അൻ അക്സറിൽ അസ്ഹാബ്. അപ്പോൾ ഈ പണ്ഡിതൻ ഇഖ്നാ ഹജ്ജാവി റഹിമഹുല്ല തൻഖീഹ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അതിൻ്റെ വിശദീകരണത്തിൽ ഈ ഒരു അഭിപ്രായമാണ് ഭൂരിഭാഗം ഈ ഹംബലി മദ്ഹബിൽ ഉലമാക്കളുടെ അഭിപ്രായം എന്നെടുത്തു കൊടുത്തിട്ടുണ്ട്. അത് ശരിയായ അഭിപ്രായമായി പണ്ഡിതന്മാർ വിശദീകരിക്കുന്ന ഈ അഭിപ്രായം എന്ന് വെച്ചാൽ വീണ്ടും തുടങ്ങേണ്ടതില്ല. എപ്പോഴാണ് ഓർമ്മ വരുന്ന ആ സമയത്ത് എന്ത് ചെയ്താൽ മതി? നമ്മൾ വിസ്മി ചൊല്ലിയാൽ മതി. പിന്നെ പറയുന്നത് വഫുറൂദുഹു സിത്തത്തുൻ. വുളൂഇന്റെ ഫർളുകൾ, നിർബന്ധമായി നമ്മളതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സിത്തത്തുൻ, 6 എണ്ണമാണ്. വുളൂഇന്റെ ഫർളുകൾ എത്രയാ? ഇങ്ങോട്ട് വാ, ഇവിടെ ഇരിക്കുക. വുളൂഇന്റെ ഫർളുകൾ 6 എണ്ണമാണ്. ഒന്നാമത്തെ ഫർള് എന്ന് വെച്ചാൽ നമുക്കറിയാം നിർബന്ധമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. 6 എണ്ണം. ഒന്നാമത്തത് ഗസ്ലുൽ വജ്ഹ്, മുഖം കഴുകുക. അത് ശ്രദ്ധിക്കണം. ഞാൻ സാന്ദർഭികമായി പറയട്ടെ, ഈ നമ്മൾ ഗസ്ല് മസ്ഹ് നമുക്ക് വരുന്നുണ്ട്. തല തടവുക മസ്ഹുർ റഅസ് എന്നാ പറയാം. കഴുകുന്നതിനെ ഗസ്ൽ എന്നാ പറയാം. ഇത് രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? ഞാനത് ചോദിക്കാൻ കാരണം, നമ്മൾ പല കുട്ടികളും ഉളു എടുക്കുമ്പോൾ മസ്ഹും ഗസ്ലും ഒരേപോലെയാണ്. വലിയ വ്യത്യാസമൊന്നുമില്ല. മസ്ഹും ഗസ്ലും രണ്ടും ഒരേപോലെയാണ് ചെയ്യുക. പലരും അങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. എന്താ വ്യത്യാസം? ഗസ്ൽ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? വെള്ളത്തിൻ്റെ തുള്ളികൾ ആ അവയവത്തിലൂടെ ഒഴുകണം. ഒഴുകി താഴോട്ട് വീഴണം. അതിനാണ് ഗസ്ൽ എന്ന് പറയും. മസ്ഹ് എന്ന് പറഞ്ഞാൽ ആ നനവ് അവിടെ എത്തിയാൽ മതി. തുള്ളികൾ അതിലൂടെ ഒഴുകി താഴോട്ട് വീഴണമെന്നൊന്നുമില്ല. വീഴണമെന്നില്ല. ചിലർ തല എന്ത് ചെയ്യാറുണ്ട്? വുളു എടുക്കുമ്പോൾ കുറേ വെള്ളം എടുത്തിട്ട് എന്ത് ചെയ്യാറുണ്ട്? ഇങ്ങനെ കഴുകാറുണ്ട്. തുള്ളികളൊക്കെ താഴോട്ട് അങ്ങനെ കഴുകേണ്ട ആവശ്യമില്ല. അത് മസ്ഹല്ല, അത് ഗസ്ലാണ്. ചിലർ നേരെ തിരിച്ചുമാണ്. മുഖം കഴുകുമ്പോൾ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒന്ന് തുടയ്ക്കാറുണ്ട്. ഇങ്ങനെ വെള്ളമൊന്നും തുള്ളികളൊന്നും താഴോട്ട് വീഴൂല. അത് ഗസ്ലല്ല, അത് മസ്ഹാണ്. അത് മസ്ഹാണ്. അത് ശ്രദ്ധിക്കണം. കഴുകുക എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ രൂപത്തിൽ തന്നെ ആയിരിക്കേണ്ടതുണ്ട്. അപ്പൊ ഗസ്ലുൽ വജ്ഹ്, മുഖം കഴുകുക എന്നുള്ള. ഏതാ മുഖം? അതിന്റെ ബൗണ്ടറി എത്രയാണ്?
എവിടം മുതൽ എവിടം വരെ? നീളത്തിൽ, വീതിയിൽ. ശ്രദ്ധിക്കണം, സാധാരണഗതിയിൽ മുടി ആരംഭിക്കുന്ന ഭാഗം ഈ ഒരു ഇവിടം മുതൽ, ഇത് മുതൽ ഇതുവരെയാണോ? സാധാരണ കുട്ടികളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത്രേ കഴുകാറുള്ളൂ. ഇതുവരെയല്ല, ഇതുവരെ. അത് നീളത്തിൽ. വീതിയിലാണെങ്കിൽ ഒരു ചെവി മുതൽ മറ്റേ ചെവി വരെ. എന്നുവെച്ചാൽ ഇതിനിടയിലുള്ള എല്ലാ ഭാഗങ്ങളും നനഞ്ഞിരിക്കണം. ഇതിനിടയിലുള്ള എല്ലാ ഭാഗങ്ങളും എന്ത് ചെയ്യണം? നനഞ്ഞിരിക്കണം. പിന്നെ ഇളവുള്ളത് ആർക്ക് മാത്രമാണ്? നല്ല കട്ടിയുള്ള താടിയുള്ള ആളുകൾക്ക്. അവരെന്ത് ചെയ്താൽ മതി? താടി രോമങ്ങൾക്കിടയിലൂടെ തൊലിയിലേക്ക് വെള്ളം എത്തുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് നബിസല്ലല്ലാഹു ചെയ്തിരുന്ന പോലെ അതിനിടയിലേക്ക് എന്ത് ചെയ്താൽ മതി? വെള്ളം കയറ്റി കൊടുക്കാൻ ശ്രമിച്ചാൽ മതി. അതിനിപ്പോൾ എത്തിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അവർക്ക് എന്തുണ്ട്? ഇളവുണ്ട്. അവർക്ക് ഇളവുണ്ട്. അതല്ലാത്തിടത്തോളം നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാവിടേക്കും തൊലിയിലേക്ക് വെള്ളം എത്തണം. ഈ പറയുന്ന ഇത്രയും സ്ഥലത്ത് എല്ലാവിടെയും എന്ത് ചെയ്യണം? വെള്ളം എത്തണം. അതിലേറ്റവും കൂടുതൽ വെള്ളം എത്താത്ത ഭാഗങ്ങൾ കണ്ടിട്ടുള്ളത് സാധാരണഗതിയിൽ ഒന്ന് ഈ ഭാഗത്ത്, പിന്നൊന്ന് ഈ ഭാഗത്ത്, പിന്നെ ഈ ഭാഗത്ത്. ഇവിടെ ഒന്നും സാധാരണഗതിയിൽ കൂടുതൽ ആളുകളും പ്രത്യേകിച്ച് ധൃതിയിൽ ഒളു എടുക്കുമ്പോൾ ഇവിടേക്കൊന്നും വെള്ളം എത്താറില്ല. ധൃതിയിൽ ഒളു ചെയ്യുമ്പോൾ ഇവിടേക്കൊന്നും വെള്ളം എത്താറില്ല. ശ്രദ്ധിക്കണം. ഈ ഭാഗങ്ങൾ മുഴുവൻ എന്ത് ചെയ്യണം? നനയണം. അതിന്റെ തെളിവെന്താ? ഖൗലിഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വൈദാ ഖുംതും ഇലസ്സലാത്തി ഫഗ്സിലൂ വുജൂഹക്കും. നിങ്ങൾ നിസ്കാരത്തിനായി എഴുന്നേറ്റാൽ, അല്ലെങ്കിൽ നിസ്കരിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ മുഖങ്ങൾ കഴുകണം. ഒന്നാമത്തെ ഫർളതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് വമിൻഹു, അതിൽപ്പെട്ടതാണ്. വജ്ഹ് എന്ന് പറയുമ്പോൾ, മുഖം എന്ന് പറയുമ്പോൾ, മുഖം കഴുകുന്നതിൽ പെട്ടതാണ് അൽ മദ്മളതു വൽ ഇസ്തിൻഷാഖ്. മദ്മള എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളുടെ നാട്ടിലെന്താ പറയാ? പല നാട്ടിലും പലതാ പറയാം. ചില നാട്ടിൽ കൊപ്പിളിക്കുക എന്ന് പറയും, ചില നാട്ടിൽ കുലുക്കുഴിയ എന്ന് പറയും. എന്താ പറയാ? കൊപ്പിളിക്കുക. എന്താ പറയാ? വായിലേക്ക് വെള്ളം കയറ്റി എന്ത് ചെയ്യുക? എല്ലാവിടേക്കും വെള്ളം എത്തിക്കുക. അതാണ് മദ്മള എന്ന് പറയും. അതിനെയാണ് മദ്മള. രണ്ടാമത്തത് എന്താ? ഇസ്തിൻഷാഖ്. ഇസ്തിൻഷാഖ് എന്ന് പറഞ്ഞാൽ മൂക്കിലേക്ക് വെള്ളം കയറ്റി ചീറ്റുക. മൂക്കിലേക്ക് വെള്ളം കയറ്റി ചീറ്റുക. ഹദീസ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഫീ സിഫത്തി വുദൂഇഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വുദൂ വിശദീകരിക്കുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഹദീസ് ഉണ്ട്. വഫീഹി, അതിലുണ്ട്, ഫമദ്മദ വസ്തൻസറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വായിലേക്ക് വെള്ളം കയറ്റി കൊപ്പിളിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും ചെയ്തു. മുത്തഫഖുൻ അലൈഹി, ബുഖാരിയിലും മുസ്ലിമിലുള്ള ഹദീസാണ്. അപ്പോൾ മദ്മള ഇസ്തിൻഷാഖ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അത് ചെയ്യുന്നതിൻ്റെ സുന്നത്ത് ഒറ്റൊരു കോരൽ വെള്ളം എന്നുവെച്ചാൽ ആദ്യം വായിലേക്ക് വെള്ളമാക്കി വായ കൊപ്പിളിച്ച് തുപ്പിക്കളഞ്ഞ് പിന്നെ മൂക്കിലേക്ക് വെള്ളം കയറ്റി ചീറ്റുക എന്നതിനേക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത രീതി എന്താ? ഒരേ ഒരു കോരൽ വെള്ളം, ഇപ്പൊ കയ്യിൽ നമ്മൾ വെള്ളം എടുത്തു, ഇതേ വെള്ളം കൊണ്ട് തന്നെ വായിലേക്കും അതിൻ്റെ വെള്ളത്തിൻ്റെ ബാക്കി കൊണ്ട് തന്നെ മൂക്കിലേക്കും
ഒറ്റൊരു കൈ വെള്ളം, ആ വെള്ളം തന്നെ വായിലേക്കും അത് തന്നെ മൂക്കിലേക്കും. പക്ഷെ രണ്ടിനും വേറെ വേറെ വെള്ളം എടുക്കുന്നതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, പരമാവധി വായുടെയും മൂക്കിൻ്റെയും മാക്സിമം എത്തിക്കാൻ പറ്റുന്ന അത്രയും വെള്ളം നമ്മൾ എന്ത് ചെയ്യണം? എത്തിക്കുക എന്നുള്ളത് പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യം. അത് നോമ്പുകാരനല്ലെങ്കിൽ നോമ്പുകാരനല്ലാത്ത അവസ്ഥയിലാണെങ്കിൽ മൂക്കിലേക്കും വായിലേക്കും കഴിവിൻ്റെ പരമാവധി വെള്ളം എത്തിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രോത്സാഹിപ്പിച്ച കാര്യമാണ്. പരമാവധി. ചിലരുടെ മൂക്കിൽ ജസ്റ്റ് ഒന്ന് വലിക്കും പേരിന്. പരമാവധി നമ്മുടെ മൂക്കിൻ്റെ തരിമൂക്കെന്ന് പറയും, അറ്റത്തേക്ക് അത്രയും വെള്ളം എത്തിക്കാൻ പറ്റുമെങ്കിൽ അത്രയും എത്തിക്കൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ടതാണ്. അതേപോലെ തന്നെ വായിലും, വായുടെ എല്ലാ ഭാഗത്തേക്കും വെള്ളം എത്തിക്കാൻ സാധിക്കുമെങ്കിൽ അത്രയും ചെയ്യൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ടതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ വലത്തേ കൈ കൊണ്ടാണ് വായിലേക്ക് വെള്ളം കയറ്റുക, മൂക്കിലേക്ക് വെള്ളം കയറ്റുക. മൂക്കിൽ നിന്ന് വെള്ളം കയറ്റിയ വെള്ളം ചീറ്റിക്കളയുമ്പോൾ ഇടത്തേ കൈ കൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്? ചീറ്റിക്കളയേണ്ടത്. ചീറ്റിക്കളയാൻ ഉപയോഗിക്കേണ്ടത് ഇടതു കൈ ആയിരിക്കണം. പറഞ്ഞിട്ടുണ്ടോ? ഒന്നാമത്തെ സുന്നത്ത് ഫർള് അതാണ്. വുളൂവിൻ്റെ ഒന്നാമത്തെ ഫർള് മുഖം കഴുകുക. മുഖത്തിൽപ്പെട്ടതാണ് എന്ത്? മൂക്കും വായൊക്കെ. അതുകൊണ്ടാണ് മദമദയും ഇസ്തിൻഷാഖൊക്കെ അതിൽ ഒന്നാമത്തെ കാര്യമായിട്ട് എണ്ണാനുള്ള കാരണം അതാണ്. രണ്ടാമത്തത് വഗസ്ലുൽ യദൈനി മഅൽ മിർഫഖൈനി, രണ്ട് കൈകളും കഴുകുക എന്നുള്ളതാണ്. രണ്ട് കൈകളും കഴുകുക. എങ്ങനെ? മഅൽ മിർഫഖൈനി, മുട്ടുൾപ്പെടെ. ചിലർ മുട്ട് വരെ കഴുകും. ശ്രദ്ധിക്കണം, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. മുട്ട് വരെ കഴുകുന്നതും മുട്ടുൾപ്പെടെ കഴുകുന്നതും രണ്ടും രണ്ടാണ്. മുട്ട് വരെ കഴുകുക എന്ന് പറഞ്ഞാൽ ചിലരൊക്കെ ജുബ്ബത്രേ കയറ്റുള്ളൂ, മുട്ട് വരെ ആയില്ലേ, ഇങ്ങനെ കഴുകും. മുട്ട് വരെ കഴുകി ഇത്ര കയറ്റുള്ളൂ. ചിലർ ഇത്രേ കയറുള്ളൂ ജുബ്ബ, എന്നിട്ട് കഴുകും. മുട്ടുവരെ കഴുകുക. ഇങ്ങനെയല്ല കഴുകേണ്ടത്. ഇത് ശരിയല്ല, ഇത് ശരിയല്ല. മുട്ടുൾപ്പെടെ കഴുകുക എന്ന് പറയുമ്പോൾ ഇത്ര കുറച്ചും കൂടി കയറ്റണം. എന്നിട്ട് ഇത്രയും കഴുകുമ്പോഴാണ് മുട്ട് എന്തായിട്ടുള്ളൂ? മുട്ടുൾപ്പെടെ കഴുകിയിട്ടുള്ളൂ. മുട്ടുൾപ്പെടെ കഴുകുകയുള്ളൂ. അത് ശ്രദ്ധിക്കണം, അത് ശ്രദ്ധിക്കണം. ഇവിടം മുതൽ ഇതുവരെ മുഴുവനും നനയുക എന്നുള്ളതാണ് ഗസ്ലുൽ യദൈനി മഅൽ മിർഫഖൈനി. അതിന് തെളിവ് ലി ഖൗലിഹി തആല, അല്ലാഹ് പറഞ്ഞു. ഈ നേരത്തെ പറഞ്ഞ ആയത്തിൻ്റെ ബാക്കിയാണ്, സൂറത്തുൽ മാഇദയിലെ ആയത്തിൻ്റെ ബാക്കിയാണ്. വ ഐദിയക്കും ഇലൽ മറാഫിഖി, നിങ്ങളുടെ കൈകളും നിങ്ങൾ കഴുകണം. ഫഗ്സിലു വുജൂഹക്കും വ ഐദിയക്കും ഇലൽ മറാഫിഖി, നിങ്ങളുടെ കൈകൾ മുട്ടുൾപ്പെടെ നിങ്ങൾ കഴുകണം. രണ്ടാമത്തെ ഫർദ്. മൂന്നാമത്തെ ഫർദ് വമസ്ഹുർ റഅസി കുല്ലിഹി, തല മുഴുവൻ തടവുക എന്നുള്ളതാണ്. തല മുഴുവൻ തടവുക എന്നുള്ളതാണ്. ലിഖൗലിഹി തആല, അതിനുള്ള തെളിവും അതേ ആയത്തിനാണ്. അതിന് ശേഷം അല്ലാഹ് പറഞ്ഞു വംസഹു ബിറുഊസിക്കും, നിങ്ങൾ നിങ്ങളുടെ തലകൾ തടവണം. ഗസ്ലും മസ്ഹും തമ്മിലുള്ള വ്യത്യാസം ശ്രദ്ധിക്കണം. വംസഹു ബിറുഊസിക്കും, തല തടവും. എന്താ ഇവിടെ പറഞ്ഞു? മസ്ഹുർ റഅസി കുല്ലിഹി, തല മുഴുവൻ തടവണം. തല ഇങ്ങനെ ആക്കിയാൽ മതിയോ? ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ആക്കിയാൽ മതിയോ? 3 പ്രാവശ്യം മതിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തല തടവിയത് അങ്ങനെയാണോ? അല്ല. ഹദീസുള്ളത് വ്യക്തമായി വന്നിട്ടുണ്ട്.
ഹദീസുകളിൽ അത് വ്യക്തമായി വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തല തടവിരുന്ന് എങ്ങനെയാണ്? എവിടെ നിന്ന് തുടങ്ങുക? ഇവിടെ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, വജ്ഹ്, അതിൻ്റെ ബൗണ്ടറി, അതേ ബൗണ്ടറിയിലാണ് എന്ത് ചെയ്യേണ്ടത്? കൈ വെക്കേണ്ടത്. എന്നിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യുക? പുറകിലോട്ട് പിരടി വരെ, സാധാരണഗതിയിൽ മുടി അവസാനിക്കുന്ന ഭാഗം ഇവിടം വരെ, എന്നിട്ട് ഇവിടെ നിന്ന് വീണ്ടും തുടങ്ങിയിടത്തേക്ക് തന്നെ തിരിച്ചു വരും. ഇതാണ് മസ്ഹുർ റഅസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് മസ്ഹുർ റഅസ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഇത് ഫർദാണ്, എന്നുവെച്ചാൽ നിർബന്ധമാണ്. ഇത് നിർബന്ധമാണ്. പിന്നെ പറയുന്നത് വമിൻഹുൽ ഉദുനാൻ, ഈ തലയിൽപ്പെട്ടതാണ് എന്ത്? 2 ചെവികളും. തലയിൽപ്പെട്ടതാണ് 2 ചെവികൾ. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ചെവിയും എന്താ ചെയ്യേണ്ടത്? തടവുകയാണ് വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഉദുനാനി മിനർ റഅസ്, 2 ചെവികൾ റഅസ്, തലയിൽപ്പെട്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. റവാഹു ഇബ്നു മാജ് ഉദ്ധരിക്കുന്ന സ്വഹീഹായിട്ടുള്ള ഹദീസാണ്. അപ്പം തലയിൽപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ തല തടവുന്നത് പോലെ തന്നെ ചെവിയും എന്ത് ചെയ്യണം? 2 ചെവികളും തടവണം. ചെവി എങ്ങനെ തടവേണ്ടത്? തല പോലെ തന്നെ ഇവിടെ നിന്ന് തുടങ്ങി തിരിച്ചിങ്ങോട്ടേക്ക്, അതുപോലെ തന്നെ ഈ ഉൾഭാഗവും ചെവി തടവേണ്ടത് അങ്ങനെ. അതിനുശേഷം അടുത്ത ഫർദ് കൊടുക്കുന്നു വഗസ്ലുർ റിജ്ലൈനി മഅൽ കഅബൈൻ, 2 കാലുകളും നെരിയാണി ഉൾപ്പെടെ, നേരത്തെ മുട്ടിനെ പറ്റി പറഞ്ഞ പോലെ തന്നെ, കൈമുട്ട് പറഞ്ഞതുപോലെ തന്നെയാണ് കാലിൻ്റെ നെരിയാണി. ആ നെരിയാണി മൊത്തം നനയണം. ലിഖൗലിഹി തആല, അല്ലാഹു പറഞ്ഞു, ആയത്തിൽ പറഞ്ഞു, വഅർജുലകും ഇലൽ കഅബൈൻ, നിങ്ങളുടെ കാലുകൾ കഴുകണം, ഇലൽ കഅബൈൻ, നെരിയാണി വരെ. അപ്പം നെരിയാണി പൂർണ്ണമായും നനയാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നെരിയാണി പറഞ്ഞാൽ ഏതാ? ഒരു കാല് 2 നെരിയാണിയുണ്ട്. അത് രണ്ടും നനയണം. ആ നെരിയാണി ഉൾപ്പെടെ അവിടെ നിന്ന് അങ്ങോട്ട് താഴെ കാലിൻ്റെ വിരലിൻ്റെ അറ്റം വരേക്കുള്ള എല്ലാ ഭാഗങ്ങളും നനയണം. അതിൽ കൂടുതലും അപകടം സംഭവിക്കുക, പ്രത്യേകിച്ച് ശ്രദ്ധിക്കാതെ ഉളവെടുക്കുമ്പോൾ, വേഗത്തിൽ ഉളവെടുക്കുമ്പോൾ സംഭവിക്കുന്ന വലിയ അപകടം ഈ പുറകുവശമാണ്. ഇവിടെ നനയൂല. ഒരിക്കൽ സഹാബത്ത് ഏതോ ഒരു സന്ദർഭത്തിൽ എന്തോ നിസ്കരിക്കാൻ സമയം വൈകി, യുദ്ധത്തിനെന്തോ യാത്രയിലാണ്. അപ്പോൾ പെട്ടെന്ന് സമയമായപ്പോൾ എല്ലാവരും വേഗം ധൃതി പിടിച്ച് ഉളു കൊടുക്കുകയാണ്. അപ്പോൾ ധൃതിയിൽ ഉളു കൊടുക്കുമ്പോൾ പലരുടെയും പല ഭാഗങ്ങളും എന്ത് ചെയ്യുന്നില്ല? നനയുന്നില്ല. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറക്കെ ദൂരെ നിന്ന് വിളിച്ചു പറഞ്ഞു, വൈലുൽ ലിൽ അഖാബി മിനന്നാർ, ചില കാലിൻ്റെ ഈ ഭാഗം, എന്താ പറയുക, കണങ്കാല് അല്ലെങ്കിൽ എന്താ പറയുക, കാലിൻ്റെ പുറകുവശം, ഈ ഭാഗത്തിന് നരകം കൊണ്ട് താക്കീതുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കെ വിളിച്ചു പറയാം. ഉറക്കെ ചില ഉളു ചെയ്യുമ്പോൾ ഈ ഭാഗം നനയാതെ പോകാൻ, പെട്ടെന്ന് ധൃതിയിൽ ഉളു എടുക്കുമ്പോൾ നനയാതിരിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുകൊണ്ടത് വളരെയധികം ശ്രദ്ധിക്കണം. നമുക്കറിയാം, നമ്മൾ പൈപ്പ് തുറന്നിട്ട് കാലിങ്ങനെ കാണിച്ചാൽ ആ ഭാഗം നനയൂല. സാധാരണഗതിയിൽ ഉളു എടുക്കുക അങ്ങനെയാണ്. പൈപ്പ് തുറക്കും, എന്നിട്ട് കാലിങ്ങനെ കാണിക്കും, ഇങ്ങനെ കാണിക്കും, കഴിഞ്ഞു. അങ്ങനെ ചെയ്താൽ ഈ ഭാഗം നനയൂല. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ചില ആളുകളുടെ വിരലൊക്കെ വളരെ അടുത്തായിരിക്കും, ചേർന്നിട്ടായിരിക്കും. വിരലുകൾക്കിടയിൽ വലിയ ഗ്യാപ്പ് ഉണ്ടാവില്ല. അങ്ങനെയുള്ള സന്ദർഭത്തിൽ വിരലുകൾക്കിടയിലൂടെ വെള്ളം എത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാറുണ്ട്? അദ്ദേഹത്തിൻ്റെ ഇടത് കൈയുടെ ചെറുവിരൽ കൊണ്ട് കാൽ വിരലുകൾക്കിടയിലേക്ക് എന്ത് ചെയ്യാറുണ്ട്? ഇങ്ങനെ വെള്ളം ഒഴിക്കുമ്പോൾ ഇങ്ങനെ ആക്കി കൊടുക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? അതിൻ്റെ ഇടയിലേക്ക് വെള്ളം എത്താൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്യാറുണ്ട്.
എത്ര ഫർദുകളായി? ഗസ്ലുൽ വജ്ഹ്, ഗസ്ലുൽ യദൈന്, മസ്ഹുർ റഅസ്, ഗസ്ലുൽ റിജ്ലി, 4 ഫർദുകളായി. 5-ാമത്തെ ഫർദ്, മൊത്തം എത്ര ഫർദുണ്ട് മോനെ? 6. 5-ാമത്തെ ഫർദ് തർത്തീബ്. തർത്തീബ് എന്ന് പറഞ്ഞാൽ ക്രമം. ആ ക്രമത്തിൽ, ഈ പറഞ്ഞതേ ക്രമത്തിൽ തന്നെ ആയിരിക്കണം. ഈ പറഞ്ഞതേ ക്രമത്തിൽ ആയിരിക്കണം. ആദ്യം ഓടി വന്ന് കാല് കഴുകി, പിന്നെ കൈ കഴുകി, പിന്നെ മുഖം കഴുകി, പിന്നെ തല തടവിയാൽ എല്ലാവരുടെയും നനഞ്ഞില്ലേ? പക്ഷെ അങ്ങനെ ചെയ്താൽ അതെന്താവൂല? വുളൂആയി പരിഗണിക്കപ്പെടൂല. ചില ആൾക്കാർ പറയട്ടെ, വുളൂ നിശ്ചയിക്കപ്പെട്ടത് വൃത്തിക്ക് വേണ്ടിയിട്ടാണ്, ഇസ്ലാം വൃത്തിയുടെ ദീനാണ്. എന്നാൽ ഇത് വൃത്തി അതുകൊണ്ട് കിട്ടുന്നത് ഖൈർ തന്നെ, അത് ആരും നിഷേധിക്കുന്നൊന്നുമില്ല. പക്ഷെ വൃത്തിക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടൊരു കാര്യമാണ് വുളൂ എന്നുള്ളത്. വുളൂ ഒരു ഇബാദത്താണ്. വുളൂ വൃത്തിക്ക്, കേവലം വൃത്തി മാത്രമാണ് അതിൻ്റെ പുറകിലെങ്കിൽ ഈ ഇത്രയും ഇതേ ഓർഡറിൽ തന്നെ കഴുകണം, തടവണം എന്ന് യാതൊരു നിർബന്ധവും ഉണ്ടാവുമായിരുന്നില്ല. ഇതേ ഓർഡറിൽ തന്നെ കഴുകണമെന്നും തടവണമെന്നും യാതൊരു നിർബന്ധവും ഉണ്ടാകുമായിരുന്നില്ല. അപ്പൊ തർത്തീബ് വളരെയധികം 5-ാമത്തെ ഫർദാണ്. ഈ ക്രമം കൃത്യമായി പാലിക്കണം. അതിന്റെ തെളിവെന്തല്ല? അല്ലാഹു തആല ദക്കറഹു മുറത്തബൻ. അള്ളാഹു അത് ഖുർആനിൽ പറഞ്ഞത് തർത്തീബോട് കൂടിയിട്ടാണ്. എന്താണ് ആ ആയത്ത്? ആരായത്ത് ഓതാ? ഓദിക്കാൻ സൂറത്തുൽ മാഇദയിൽ നമ്മളിപ്പോൾ ഓതി. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖുംതും ഇല സ്വലാത്തി ഫഗ്സിലൂ വുജൂഹക്കും വഅയ്ദിയക്കും ഇലൽ മറാഫിഖി വംസഹൂ ബിറുഊസിക്കും വഅർജുലക്കും ഇലൽ കഅബൈൻ. അല്ലാഹു ആയത്തിൽ പറയുന്നത് ശ്രദ്ധിക്കണം. ആദ്യം എന്താ പറയുന്നത്? ഫഗ്സിലൂ വുജൂഹക്കും, മുഖം കഴുകുക. പിന്നെ വഅയ്ദിയക്കും ഇലൽ മറാഫിഖി, കൈകൾ എന്ത് ചെയ്യണം? കഴുകണം. ശ്രദ്ധിക്കണം. പിന്നെ അല്ലാഹു പറയുന്നത് വംസഹൂ ബിറുഊസിക്കും, നിങ്ങളുടെ തല തടവണം. പിന്നെന്താ പറയുന്നത്? വഅർജുലക്കും ഇലൽ കഅബൈൻ, നിങ്ങളുടെ കാലുകൾ കഴുകണം. ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ആയത്ത് നോക്കിയേ. വജ്ഹ്, മുഖം, കൈ, പിന്നെ കാല്, ഇത് 3 കഴുകേണ്ട കാര്യങ്ങളാണ്. ഇത് 3 കഴുകേണ്ട കാര്യങ്ങളാണ്. ഈ കഴുകേണ്ട കാര്യങ്ങൾക്കിടയിൽ തടവേണ്ട തല, വംസഹൂ ബിറുഊസിക്കും, അത് ഇടയിൽ വരികയാണ്. ശ്രദ്ധിക്കണം. സാധാരണഗതിയിൽ അറബി ഭാഷയിൽ ഇങ്ങനെ ചെയ്യാറില്ല. അറബി ഭാഷയിൽ ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ, ഇപ്പോൾ 4 കാര്യങ്ങൾ കഴുകാനുണ്ടെങ്കിൽ ഫഗ്സിലു എന്ന് പറഞ്ഞിട്ട് ഈ 4 കാര്യങ്ങൾ എന്ത് ചെയ്യും? ഓരോന്നോരോന്ന് ക്രമത്തിൽ എണ്ണി പറയും. അങ്ങനെയാണ് ചെയ്യുക. ഇവിടെ കഴുകേണ്ട ഈ 3 കാര്യങ്ങളുടെ ഇടയിൽ എന്ത് ചെയ്യാണ്? തടവണ്ട തലയും കൂടെ അള്ളാഹു എന്ത് ചെയ്യണം? എടുത്തു പറയണം. അത് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്, ഈ ഒരു രീതി സാധാരണഗതിയിൽ അറബി ഭാഷയിൽ ഉപയോഗിക്കാറില്ല. എന്തിനു വേണ്ടിയിട്ടല്ലാതെ ഈ ഒരു ക്രമം അത് അങ്ങനെ തന്നെ വേണം എന്ന നിർബന്ധം, ആ ഒരു താല്പര്യം ഉണ്ടാകുമ്പോഴല്ലാതെ അറബി ഭാഷയിൽ എന്ത് ചെയ്യാറില്ല? ഈ ഒരു രീതി സ്വീകരിക്കാറില്ല എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കാറ്. അത് അറബി ഭാഷയുടെ പ്രത്യേകതയാണ്. അതേപോലെ തന്നെ മറ്റൊരു തെളിവ്, തവദ്ദഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുറത്തബൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതേ തർത്തീബിൽ തന്നെയാണ് എന്ത് ചെയ്തത്? വുളൂ ചെയ്തത് എന്നുള്ളത് മറ്റൊരു തെളിവാണ്. വഖാല, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദാ വുദൂഉൻ ലാ യഖ്ബലുല്ലാഹു അസ്സലാത്ത ഇല്ലാ ബിഹി ഐ ബിമിസ്ലിഹി. ഈ വുളൂ പോലത്തെ ഒരു വുളൂ കൊണ്ടല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരം സ്വീകരിക്കൂല എന്ന് പറയുന്ന ഒരു ഹദീസ് കൊടുക്കുന്നു. പക്ഷെ ആ ഹദീസ് എന്തല്ല? അത് സ്വഹീഹല്ല. പക്ഷെ തെളിവുകളായിട്ട് എന്ത് മതി? ഖുർആനിൽ അല്ലാഹു ഈ ആയത്തിൽ പറഞ്ഞതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തനവും അതിന് മതിയായ തെളിവുകളാണ്. 6-ാമത്തെ ഫർള് എന്നുള്ളത് വുളൂഇന്റെ വൽ മുവാലാത്ത്. എന്താണ് മുവാലാത്ത്?
എന്താ മോനെ മുവാലാത്ത്? മുവാലാത്ത് എന്ന് പറഞ്ഞാൽ വുളൂഇന്റെ പ്രവർത്തനങ്ങൾക്കിടയിൽ വലിയ കാലതാമസം വരാതിരിക്കാന്നുള്ളത്. വലിയ കാലതാമസം വരാതിരിക്കും. തുടർച്ചയായിട്ടായിരിക്കണം. തൊട്ടടുത്ത സമയങ്ങളിൽ ഒരാളിപ്പോൾ എന്താ പറയുക, രാവിലെ ഒരു 10 മണിക്ക് മുഖം കഴുകി, ഒരു 12 മണിക്ക് കൈ കഴുകി, പിന്നെ 2 മണിക്ക് തല തടവി, ഒരു 4 മണിയാകുമ്പോൾ കാല് കഴുകി, വുളു ആവുമോ? ഇല്ല. തുടർച്ചയായി ചെയ്യണം. പെട്ടെന്ന് തൊട്ടടുത്ത സമയങ്ങളിലായിട്ട് ചെയ്യാം. തൊട്ടടുത്ത സമയങ്ങളിലായി ചെയ്യണം. അതിനാണ് മുവാലാത്ത് എന്നത് ഉദ്ദേശിക്കുന്നത്. അതിനുള്ള തെളിവ് എന്താ? ഹദീഫി ഖാലിദ് ഇബ്നു മഅദാൻ റളിയല്ലാഹു അൻഹു. ഖാലിദ് ഇബ്നു മഅദാൻ റളിയല്ലാഹു അൻഹു ഹദീസാണ്. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം റആ റജുലൻ യുസല്ലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ നിസ്കരിക്കുന്നതായിട്ട് കാണാം. വഫീ ളഹരി ഖദമിഹി ലുംഅത്തുൻ ഖദറ ദിർഹമി ലം യുസിബ്ഹൽ മാ. അയാളുടെ കാൽപാദത്തിൽ ഒരു ദിർഹമിന്റെ അത്രയും വലിപ്പത്തിൽ, ഒരു വട്ടത്തിൽ ഒരു ഭാഗം വെള്ളം തട്ടാതെ നനയാതെ നിൽക്കുന്നുണ്ട്. ഒരു ഭാഗം, ഒരു കാലിന്റെ ഒരു ഭാഗത്ത് നനഞ്ഞിട്ടില്ല. ഫഅമറഹു അൻ യുഈദൽ വുദൂഅ. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? അയാളോട് വുദൂ വീണ്ടും എടുക്കാൻ കൽപ്പിച്ചു. കാല് കഴുകാനാണോ കൽപ്പിച്ചത്? അല്ല, വീണ്ടും വുദൂ ചെയ്യാൻ കൽപ്പിക്കാം. വീണ്ടും വുദൂ ചെയ്യാൻ കൽപ്പിക്കാം. കാരണം ആ ഒരു തുടർച്ചയിൽ ഒരു അറ്റേ ടൈമിൽ നമ്മൾ ചെയ്യുമ്പോഴാണ് ഈ മുവാലാത്ത് കിട്ടുക. മുവാലാത്ത് കിട്ടുക. റവാഹു അഹ്മദ് വ അബൂ ദാവൂദ്. അത് ഇമാം അഹ്മദും അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. വസാദ, അബൂ ദാവൂദിലുള്ളത് വസാദ വസ്വല. അയാളുടെ നിസ്കാരവും എന്ത് ചെയ്യാൻ പറഞ്ഞു? മടക്കി നിസ്കരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. പക്ഷെ വുദൂവും വീണ്ടും വുദൂ എടുക്കാൻ, എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ നിസ്കരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം. നിങ്ങളിപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുന്ന ആളുകളാണ്, ഏതെങ്കിലും ചെറിയ കുട്ടികൾ വുദൂ എടുക്കുമ്പോൾ ഏതെങ്കിലും ഭാഗങ്ങൾ നനയാതെ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അങ്ങനെ നിസ്കരിക്കുന്ന ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും വുദൂ എടുക്കാനും വീണ്ടും വന്ന് നിസ്കരിക്കാനും നിങ്ങൾ ഉണർത്തേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്രകാരമാണ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള മാതൃക. വലൗലം തജിബിൽ മുവാലാത്തു ലഅമറഹു ബിഗസ്ലിൽ ലുമഅത്തി ഫഖത്ത്. ഇവിടെ മുവാലാത്ത് നിർബന്ധ ഫർളല്ലായിരുന്നുവെങ്കിൽ ആ നനയാത്ത ഭാഗം മാത്രം കഴുകാൻ കൽപ്പിക്കുമായിരുന്നു അല്ലേ? കാലിൻ്റെ ഒരു ഭാഗമാണ്, ആ ഭാഗം മാത്രം പോയി കഴുകിയിട്ട് വരാൻ പറഞ്ഞാൽ മതിയായിരുന്നു. എന്ത് നിർബന്ധമല്ലെങ്കിൽ? മുവാലാത്ത് നിർബന്ധമല്ലെങ്കിൽ ആ ഭാഗം മാത്രം കഴുകിയാൽ മതിയായിരുന്നു. എന്തൊക്കെയാണ് 6 ഫർളുകൾ? ഒന്ന് പെട്ടെന്ന് പറഞ്ഞേ. 1, 2, 3, 4, 5, 6. പെട്ടെന്ന് പറഞ്ഞേ. വുദൂവിന്റെ 6 ഫർളുകൾ. ഇവരെയും കൂട്ടിക്കോ, രണ്ടാളും കൂടെ ചേർന്ന് പറഞ്ഞാൽ. പറ. ഒന്നാമത്തത് മുഖം കഴുകൽ, രണ്ടാമത്തത് കൈ കഴുകൽ അല്ലേ, മൂന്നാമത്തത് തല തടവുക, നാലാമത്തത് കാല് കഴുകുക, അഞ്ചാമത്തത് ക്രമം പാലിക്കുക, ആറാമത്തത് വിടവില്ലാതെ ചെയ്യുക, മുവാലാത്ത് അല്ലേ, ബാറക്കല്ലാഹ്. ഇതാണ് 6 ഫർളുകൾ, വുദൂവിൻ്റെ 6 ഫർളുകൾ. പിന്നെ പറയുന്നത് വശുറൂതുഹു, അതിൻ്റെ ഷർത്തുകൾ. വുദൂവിൻ്റെ ഫർളെന്ന് പറഞ്ഞാൽ ഈ ഇബാദത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഷർത്ത് എന്ന് പറഞ്ഞാൽ എന്താ മോനെ? ഷർത്തുകൾ എന്ന് പറഞ്ഞാൽ ആ ഇബാദത്ത് തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇബാദത്തിൻ്റെ ഉള്ളിൽ പെടുന്ന കാര്യങ്ങളല്ല,
ആ ഇബാദത്ത് ശരിയാകാൻ ആ ഇബാദത്ത് ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മൾ ശരിയാക്കേണ്ട കാര്യങ്ങൾക്കാണ് ഷർത്തുകൾ, ശുറൂത്തുകൾ എന്ന് പറയാം. അപ്പോൾ വശുറൂത്തുഹു, അതിൻ്റെ ഷർത്തുകൾ, ഏതിൻ്റെ? വുദൂഇൻ്റെ ഷർത്തുകൾ സമാനിയ, 8 എണ്ണമാണ്. വുദൂഇൻ്റെ ഷർത്തുകൾ 8 എണ്ണം. ഈ എണ്ണം പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കാണാതെ പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. കാണാതെ പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ 8 ഷർത്തുകൾ വുദൂഇനുണ്ട്. ഒന്നാമത്തത് ഇൻഖിതാഉ മാ യൂജിബുഹു. ഈ വുദൂഇനെ നിർബന്ധമാക്കുന്ന കാര്യം അത് എന്താവണം? അവസാനിക്കണം. ഏതുപോലെ? മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ വുദൂ എടുക്കാൻ പറ്റുമോ? അത് ശരിയാവൂല. അത് ശരിയാവൂല. ഖബല ഇബ്തിദാഇഹി ലിയസിഹ, അത് ശരിയാകണമെങ്കിൽ ആ ഒരു വുദൂനെ നിർബന്ധമാക്കുന്ന കാര്യം അത് അവസാനിച്ചിരിക്കണം. അത് അവസാനിച്ചിരിക്കണം. അല്ലെങ്കിൽ വേണ്ട, കീഴ്വായു പോവാണ്. കീഴ്വായു സാധാരണഗതിയിൽ സംഭവിക്കുന്ന കാര്യം. ആരും മൂത്രമൊഴിക്കുന്നതിന് വുദൂ എടുക്കാറൊന്നുമില്ലല്ലോ. സാധാരണഗതിയിൽ സംഭവിക്കുന്നൊരു ഉദാഹരണമാണ്, വുദൂ എടുക്കുന്നതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യുക? കീഴ്വായു പോകും. വുദൂ എടുത്ത് വന്ന് തലയൊക്കെ തടവുമ്പോഴാണ് കീഴ്വായു പോകുന്നത്. അപ്പോൾ പിന്നെ കാലും കൂടി കഴിക്കാൻ പോരെ? പോരാ, ശ്രദ്ധിക്കണം. വുദൂ എടുക്കുന്നതിനിടയിൽ കീഴ്വായു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? വീണ്ടും തുടങ്ങണം. ആണ് ഇൻഖിതാഉ മാ യൂജിബുഹു എന്ന് പറയുന്നതാണ്. എന്താണോ ആ വുദൂവിനെ നിർബന്ധമാക്കുന്നത് ആ കാര്യം അവിടെ അവസാനിച്ചിരിക്കണം. ആ കാര്യം അവിടെ അവസാനിച്ചിരിക്കണം. ഒന്നാമത്തെ ഷർത്ത്. രണ്ടാമത്തത് വൻ നീയത്തു. അത് പിന്നെ നമുക്കറിയാം, ഈ ഹദീസ് ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, എല്ലാ അമലുകൾക്കും നിയ്യത്തുമാണ്. എല്ലാ അമലുകൾക്കും നിയ്യത്ത് വേണ്ടതുണ്ട്. പിന്നെ പറയുന്ന 3 എണ്ണം വൽ ഇസ്ലാമു വൽ അഖലു വത്തമീസ്, 3 നിബന്ധനകളാണ്. അതിവിടെ പറയുന്നു വഹാദിഹി ഷുറൂത്തുൻ ഫി കുല്ലി ഇബാദത്തിൻ, എല്ലാ ഇബാദത്തുകളിലും വരുന്ന 3 ഷർത്തുകളാണ് ഏത്? ഇസ്ലാം, അഖല്, തമീസ്. ഇല്ല തമീസ ഫിൽ ഹജ്ജ്, ഏതിലൊഴികെ? ഹജ്ജിൽ തമീസ് ഷർത്തല്ല. ഹജ്ജിൽ തമീസ് ഷർത്തല്ല. ബാക്കി എല്ലാ ഇബാദത്തുകളിലും ഈ 3 ഷർത്തുകൾ വരും. എല്ലാ ഇബാദത്തിലും. ഏതൊക്കെയാ മോനെ 3 എണ്ണം അവിടെ? എല്ലാ ഇബാദത്തിലും വരുന്ന 3 ഷർത്തുകൾ. ഇസ്ലാം, അഖല്, തമീസ്. ഇസ്ലാം, അഖല്, തമീസ്. ഇസ്ലാം, ഒരാൾ മുസ്ലിം അല്ലെങ്കിൽ ഏതെങ്കിലും ഇബാദത്ത് സ്വീകരിക്കപ്പെടും അയാളുടെ, അതാണ് ഇസ്ലാം ഷർത്താണെന്ന് പറയാനുള്ള കാരണത. പിന്നെ അഖല്. അഖല് എന്ന് പറഞ്ഞാൽ എന്താ? ബുദ്ധി. ബുദ്ധി എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന സ്ഥിര ബുദ്ധിയാണ്. എന്നുവെച്ചാൽ ഒരാൾ ഭ്രാന്തുള്ള ഒരാളാണ്. ഭ്രാന്തുള്ള ഒരാളാണ്. അയാളുടെ ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടുമോ? ഇല്ല. അയാൾക്ക് ഇബാദത്ത് ചെയ്യാൻ നിർബന്ധമില്ല. അയാൾ എന്തല്ല, ഇബാദത്തുകൾ ചെയ്യാൻ ബാധ്യസ്ഥനൊന്നുമല്ല. അയാൾ ഇബാദത്തുകൾ ചെയ്താൽ സ്വീകരിക്കപ്പെടില്ല. മൂന്നാമത്തെ തമീസ്. തമീസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ വകതിരിവ് എന്ന് പറയാം. അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് കാര്യങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കാൻ. തീ എന്താണ്, വെള്ളം എന്താണ്, ചൂടെന്താണ്, തണുപ്പെന്താണ്, അപകടം പിടിച്ച കാര്യം എന്താണ്, അപകടമില്ലാത്ത കാര്യം എന്താണ്, ഇങ്ങനെ കാര്യങ്ങളെ വേർതിരിച്ചറിയാനും കഴിയുന്ന പ്രായം. അതാണ് ശരിക്കും തമീസിൻ്റെ അർത്ഥം. അത് കൂടുതലും ഭൂരിഭാഗവും ഒരു കുട്ടി തമീസിൻ്റെ പ്രായത്തിലേക്ക് എത്തുക 7ാമത്തെ വയസ്സിലാണ് സാധാരണഗതി. പൊതുവെ
മോനെ എത്രാമത്തെ വയസ്സിലാണ്? 7ാമത്തെ വയസ്സിൽ. അപ്പോൾ 7ാമത്തെ വയസ്സ്, 7 വയസ്സിന് മുമ്പുള്ള കുട്ടികളാണെങ്കിലോ, തമീസ് എത്തിയിട്ടില്ലാത്ത ഒരു കുട്ടി ഒതു എടുക്കുകയാണെങ്കിലോ ആ ഒതു എന്താവൂല, ശരിയാവുകയില്ല. അത് ശരിയാവുകയില്ല. ഇതെല്ലാ ഇബാദത്തിലും അങ്ങനെ, എല്ലാ ഇബാദത്തിലും. അപ്പം എത്ര എണ്ണമായി? 5 ഷർത്തുകളായി. 6ാമത്തത് വൽ മാഉ തഹൂറുൽ മുബാഹ്. തഹൂറായിട്ടുള്ള, നമുക്ക് ഉപയോഗിക്കാൻ അനുവദിക്കപ്പെട്ടിട്ടുള്ള വെള്ളം. അതാണ് 6ാമത്തെ ഷർത്ത്. അതിൽ ലിമാ തഖദ്ദമ ഫിൽ മിയാ, നമ്മൾ നേരത്തെ വെള്ളത്തിനെ പറ്റി പറയുമ്പോൾ അതിൻ്റെ കാരണങ്ങളൊക്കെ വിശദീകരിച്ചു. ഫലാ യസിഹു ബിനഹവി മഗ്സൂബിൻ, ഈ മോഷ്ടിച്ചെടുത്തതുപോലത്തെ വെള്ളം കൊണ്ട് എന്താവൂല, വുളു എടുത്താൽ അത് ശരിയാവുകയില്ല. ലി ഹദീസ് മൻ അമില അമലൻ ലൈസ അലൈഹി അമ്രുന ഫഹുവ റദ്ദുൻ. നമ്മുടെ കൽപ്പന ഇല്ലാത്തൊരു കാര്യം ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ ആ പ്രവർത്തനം തള്ളപ്പെടുന്നതാണ്. അപ്പോൾ അത് നമ്മൾ നേരത്തെ വിശദീകരിച്ചാണ്, വീണ്ടും ആവർത്തിക്കുന്നില്ല. തൊഹൂറായിരിക്കണം, മുബാഹായിരിക്കണം, അനുവദിക്കപ്പെട്ടതായിരിക്കണം, വെള്ളം തൊഹൂറും ആയിരിക്കണം. 7ാമത്തെ ഷർത്ത് വ ഇസാലത്തു മാ യംനഉ വുസൂലഹു ഇലൽ ബശറത്തി ലിയഹ്സുലൽ ഇസ്ബാഗുൽ മഅ്മൂർ ബിഹി. ശ്രദ്ധിക്കേണ്ട കാര്യം, തൊലിയിലേക്ക്, നമ്മളിപ്പോൾ വുളുവിൻ്റെ അവയവങ്ങളൊക്കെ പറഞ്ഞു, ഫർളുകളൊക്കെ പറഞ്ഞു, ആ ഭാഗത്തേക്ക് വെള്ളം എത്തുന്നതിന് തടസ്സമാകുന്ന കാര്യങ്ങൾ നീക്കം ചെയ്യണം. തൊലിയിലേക്ക് വെള്ളം എത്തുക, വുളുവിൻ്റെ ഫർളുകൾ. ഇപ്പോൾ എന്താ പറയുക, കയ്യിൽ എന്തുണ്ട്, ഒരാളിപ്പോൾ മെക്കാനിക്കാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലികൾ ചെയ്യുന്ന ഒരാളാണ്. അയാളുടെ ശരീരത്തിൽ എന്തുണ്ട്, എണ്ണയോ അല്ലെങ്കിൽ ഗ്രീസോ ഇങ്ങനെ എന്തെങ്കിലും എണ്ണ മഴയുള്ള എന്തെങ്കിലും ഒരു സാധനം പറ്റിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അതെന്താവൂല, തൊലിപ്പുറത്തേക്ക് വെള്ളത്തെ കടത്തിവിടുകയില്ല. ഇപ്പോൾ പെയിൻറ് പണിക്ക് പോകുന്ന ആളുകൾക്ക് ഉണ്ടെങ്കിൽ അറിയാം, അത് ശരീരത്തിൽ എന്താവൂല, പറ്റിപ്പിടിച്ചു കഴിഞ്ഞാൽ വെള്ളം തൊലിപ്പുറത്തേക്ക് കടക്കുകയില്ല. അപ്പം അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വുളു ചെയ്യുന്നതിന് മുമ്പേ എന്ത് ചെയ്യണം, തൊലിപ്പുറത്തേക്ക് വെള്ളം എത്തുന്നതിന് തടസ്സമാകുന്ന കാര്യങ്ങളെ ആദ്യം നീക്കം ചെയ്യണം. അത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത്, ഇതുപോലത്തെ ജോലിക്കാർ അതല്ലാതെ സാധാരണഗതിയിൽ പറ്റുന്ന ചില അബദ്ധങ്ങളാണ്. ചില സ്ത്രീകൾ എന്ത് ചെയ്യും, മൈലാഞ്ചി ഉപയോഗിക്കുമ്പോൾ ഈ കെമിക്കൽ അടങ്ങുന്ന പല മൈലാഞ്ചികളും, മാർക്കറ്റിൽ പലതരത്തിലുള്ള മൈലാഞ്ചികൾ വരും. അപ്പം അങ്ങനത്തെ പല മൈലാഞ്ചികളും അതെന്താവൂല, വെള്ളം കലരാത്ത മൈലാഞ്ചികളായിരിക്കും. നാച്ചുറലായിട്ടും മരത്തുനിന്ന് മരത്തുനിന്ന് ചെടി നമ്മൾ കൂട്ടി അരച്ച് ഇടുന്ന മൈലാഞ്ചിയോ അതല്ലെങ്കിൽ നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്ന മറ്റെന്തെങ്കിലും മൈലാഞ്ചികളോ ഇതൊന്നും പ്രശ്നമുള്ളതല്ല. അതൊക്കെ മൈലാഞ്ചി ഇട്ടാലും വെള്ളം കലരും, തൊലിയിലേക്ക് വെള്ളം എത്തും. പക്ഷേ അതല്ലാത്ത സിന്തറ്റിക്കായിട്ടുള്ള അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കെമിക്കലുകൾ ചേർത്തുണ്ടാക്കുന്ന മൈലാഞ്ചികൾ അതിട്ട് കഴിഞ്ഞാൽ എന്താവൂല, തൊലിയിലേക്ക് വെള്ളം കടക്കൂല. അപ്പം അത് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെയാണ് ഈ ചില കുട്ടികൾ, നമ്മുടെ കുട്ടികളൊന്നും ഉണ്ടാവില്ല, പക്ഷെ പൊതുവിൽ ഈ പ്രായത്തിലുള്ള കുട്ടികൾ ഒരുപാട് എന്ത് ചെയ്യാറുണ്ട്, പല കാര്യങ്ങളും ചിലർ ശരീരത്തിൽ ഓരോ സ്റ്റിക്കറുകൾ പോലെ, ടാറ്റൂകൾ പോലെ പലതും ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. നമ്മൾ ശരിക്കുള്ള പച്ച കുത്തുന്നതിനെ പറ്റിയിട്ടല്ല പറയുന്നത്, അതല്ലാതെ ഇങ്ങനെ എന്താ പറയുക, സ്റ്റൈലിനും അല്ലെങ്കിൽ ഭംഗിക്കൊക്കെ വേണ്ടി പലതും ഒട്ടിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു പ്രവണത ധാരാളം കാണാറുണ്ട്. അതൊക്കെ ഇതുപോലെ ശരീരത്തിലേക്ക് വെള്ളം എത്താതെ തടയുന്ന കാര്യങ്ങളാണ്, തൊലിപ്പുറത്തേക്ക് വെള്ളം എത്താതെ തടയുന്ന കാര്യങ്ങളാണ്.
അപ്പം അതൊന്നും ഇല്ലാത്ത രൂപത്തിൽ ആക്കിയതിന് ശേഷമാണ് നമ്മൾ വുളു ചെയ്യേണ്ടത്. അവസാനം ഒരു ഷർത്ത് കൂടെ അത് പറഞ്ഞിട്ട് നമുക്ക് തൽക്കാലം നിർത്താം. എന്താണ് 8ാമത്തെ ഷർത്ത്? വൽ ഇസ്തിൻജാഉ അവിൽ ഇസ്തിജുമാറു വത്തഖദ്ദ. എന്നാലും നേരത്തെ പറഞ്ഞാണ്. എന്താണ്? നമ്മളിപ്പോൾ മലമൂത്ര വിസർജനം എന്തെങ്കിലും കഴിഞ്ഞിട്ട് നമ്മൾ വുളു എടുക്കാൻ പോവുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ആ ഭാഗം വൃത്തിയാക്കണം. അതിനാണ് ഇസ്തിൻജ അല്ലെങ്കിൽ ഇസ്തിജുമാർ എന്ന് പറയാം. വെള്ളം ഉപയോഗിച്ചിട്ടോ നേരത്തെ വിശദീകരിച്ചാണ്. വെള്ളം ഉപയോഗിച്ചിട്ടോ കല്ലുപയോഗിച്ചിട്ടോ അതിൻ്റെ വിധിവിലക്കുകളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പം ആ രൂപത്തിൽ എന്ത് ചെയ്യണം? അവിടെ വൃത്തിയാക്കണം, ആ ഭാഗം വൃത്തിയാക്കണം. എന്നിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? വുളു ചെയ്യാൻ ആരംഭിക്കേണ്ടത്. ഇതാണ് വുളുവിൻ്റെ 8 ഷർത്തുകൾ. അതിനുശേഷമുള്ളത് നീയത്തിനെ സംബന്ധിച്ച്. എങ്ങനെയാണ് നീയത്ത് വെക്കേണ്ടത്? വുളു ചെയ്യുമ്പോൾ എന്തൊക്കെ നീയത്തുകൾ പറ്റും, ഏതൊക്കെ നീയത്തിൽ വുളു എടുത്താൽ നിസ്കരിക്കുക, അങ്ങനെയുള്ള നീയത്തിനെ സംബന്ധിച്ചുള്ള ഒരു ചെറിയൊരു ഭാഗമാണ് ഇനി വരുന്നത്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് എന്ത് ചെയ്യാം? നിസ്കാരത്തിന് ശേഷം സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാനും ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി പ്രാവർത്തികമാക്കാനും നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.